ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാങ്ങ മോരുകറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് മിൽമയുടെ തൈര് ഇച്ചിരി പുളിയുള്ളതായിരുന്നു, എന്നാലും സാരമില്ല, നമുക്ക് പഴുത്ത മാമ്പഴം ഇതിൻ്റെ കൂടെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ അതൊരു പാക്കറ്റ് തൈര് നമ്മളൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു സ്പൂണ് ഉലുവാപ്പൊടി, അങ്ങനെ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടിയെല്ലാം കൂടെ നമ്മുടെ ഈ തൈരുമായിട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇപ്പം ഞാനൊരു തവി കൊണ്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പൊടികളൊക്കെ ഇങ്ങനെ കട്ട കെട്ടാതെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയം നമുക്ക് ഒരു പാത്രം ചൂടാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, അതായത് നമ്മുടെ ഉണക്കമുളകുണ്ടല്ലോ, ഉണക്കമുളകും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ കളറാകുമ്പം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു മിക്സിലേക്ക് നമുക്ക് പഴുത്ത മാമ്പഴം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇച്ചിരി മധുരമുള്ള മാമ്പഴമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഉടച്ചു കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാങ്ങ മോരുകറി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നല്ല ടേസ്റ്റാണ്. കാരണം ആ ഒരു ചെറിയ പുളിയും ഇച്ചിരി മധുരവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. കാരണം അതൊരു പ്രത്യേക ഒരു കാരണം പൈനാപ്പിളിൻ്റെയൊക്കെ മോരുകറി കഴിച്ചിട്ടുണ്ട്. അതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മളൊരു മാമ്പഴം മോരുകറിയാണ്. ഇനി നമ്മൾ ഈ മിക്സിലേക്ക് നമ്മൾ മാറ്റി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചുവന്ന മുളകും ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അങ്ങനെ മാങ്ങ മോരുകറി നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.